കണ്ണൂർ പാനൂർ തൂവക്കുന്നിലാണ് 9 വയസ്സുകാരൻ തെരുവുനായയെ കണ്ട് ഭയന്നോടി ഒരു കിണറ്റിൽ വീണ് മരണപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. ഈ കുട്ടി കിണറ്റിൽ വീണ വിവരം പിന്നീട് നാട്ടുകാർ നടത്തിയിട്ടുള്ള തിരച്ചിലിലാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏകദേശം 2 മണിക്കൂറിന് ശേഷം 7:30-ക്ക് ശേഷമാണ് ഈ കുട്ടി ഇങ്ങനെ കിണറ്റിൽ വീണ് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ അറിയുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതും അതേ പ്രദേശത്താണ്. ഇവിടെ നിന്നും അല്പ ദൂരത്തിനപ്പുറത്ത് ഒരു വയലുണ്ട്. ആ വയലിലാണ് കുട്ടികൾ സാധാരണയായി കളിക്കാറുള്ളത്. 4 പേരുണ്ടായിരുന്നു. 4 പേരും കളിക്കുന്നതിനിടയിലാണ് തെരുവുനായ ആ കുട്ടികൾക്ക് ഇടയിലേക്ക് ഓടി വരുന്നത്. അങ്ങനെ ഈ മുഹമ്മദ് ഫസൽ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇതുവഴി ഭയന്നോടും. ആ ഘട്ടത്തിലാണ് മുഹമ്മദ് ഫസൽ ഈ ആൾമറയില്ലാത്ത ഈ കിണറ്റിലേക്ക് വീഴുന്നത്. ഈ കിണറ്റിൽ വീണ് കഴിഞ്ഞതിന് ശേഷം മറ്റു കുട്ടികൾ ആരും തന്നെ ഈ കാര്യം അറിയുന്നില്ല. എന്നാൽ വൈകുന്നേരമായിട്ടും ഈ കുട്ടി വീട്ടിലെത്താത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വീട്ടുകാർ ഇതിനകത്ത് ഒരു അന്വേഷണം നടത്തുന്നത്, തിരച്ചിൽ നടത്തുന്നത്, മറ്റു കുട്ടികളോട് ഉൾപ്പെടെ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു തെരുവുനായിയെ കണ്ട് ഭയന്നോടിയ കാര്യം ഉൾപ്പെടെ മറ്റു വീട്ടുകാരോട് പറയുന്നത്. അങ്ങനെയാണ് ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ ഒരു തിരച്ചിൽ നടത്തുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു കിണർ ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നാട്ടുകാർ ഈ കിണർ പരിശോധിച്ചത്. പിന്നീട് ഈ കിണറിൽ ഉൾപ്പെടെ ഇറങ്ങി പരിശോധിച്ചപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമായ രീതിയിൽ സമീപ പ്രദേശങ്ങളിൽ പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം ഉൾപ്പെടെ ഒരു CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ CCTVയിൽ ഉൾപ്പെടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു കുട്ടിയുടെ പുറകെ തന്നെ തെരുവുനായ ഓടുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമായ രീതിയിൽ ഉണ്ടാകുന്നു. ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു. ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇതുവരെ ഇങ്ങനെ അപകടം ഉണ്ടായിട്ടില്ലെങ്കിലും ബൈക്കിൽ പോകുന്നവർക്ക്, നടന്നു പോകുന്നവർക്കെല്ലാം ശല്യം തന്നെയാണ്. ഇത് കൂട്ടത്തോടെയാണ് വരിക, 1, 2 അല്ല, ഒരു 5, 10 ഇങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് നടന്നു പോകുന്നവർക്ക് വരെ വിഷമമുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. പല പ്രാവശ്യം നമുക്ക് പക്ഷേ ഈ ഗ്രാമപഞ്ചായത്തുകൾക്കൊന്നും ഇതിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ നമുക്കതിനുള്ള ഇതില്ല, നിയമ നടപടി എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ABC പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. അപ്പം വന്ധ്യംകരണം ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവിടുക എന്നുള്ളതാണ് അതിൽ പറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നായിനെ പിടിക്കാൻ വരുമ്പം ആ സമയത്ത് നായിനെ കാണൂല. പക്ഷെ അത് എങ്ങനെയോ മണത്തറിയുന്നൊരു പ്രവണത നായ്ക്കുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ വലിയൊരു അവസ്ഥയാണല്ലേ അവസ്ഥ എന്ന് വെച്ചാൽ, ഒരു 6 മാസം മുന്നേ ഇങ്ങനെ ഇവിടുന്ന് 2-3 പേരിങ്ങനെ തെരുവുനായി കടിച്ചിരുന്നു. അതിന് മുന്നേ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇവിടെ സംഭവിച്ചിട്ട് ഇങ്ങനെ തെരുവുനായിൻ്റെ ശല്യം കടിച്ചിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു കുട്ടികളെല്ലാം. ഇവിടെയുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഞാനിവിടെ ഉള്ള ആളല്ല, അതെ. കുറച്ച് ദൂരം തെരുവുനായയുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും സ്ഥലത്തുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലാ ഭാഗത്തും അതിരൂക്ഷമാണ്. കുട്ടികളുടെ കാര്യമാണ് പ്രധാനമായിട്ടും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ കുട്ടികൾ എന്ത് ചെയ്യാനാ? അവർക്ക് മക്കളല്ലേ, ചെറിയ മക്കളല്ലേ, അവർ കളിക്കുമ്പോൾ ഇങ്ങനെ നായി വരും. അപ്പോൾ അവർ ഓടും. അപ്പോൾ ഇത് കിണറാന്നോ ഓപ്പനാന്നോ എന്നൊന്നും അവരെ ഇതിൽ ശ്രദ്ധയിൽ വരില്ല. പേടി കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു വലിയൊരു ജീവൻ നഷ്ടപ്പെട്ടു പോയില്ലേ. നായയുടെ ശല്യം ടൗണുകളിലോ, എൻ്റെ വീട്ടിൻ്റെ അടുത്തും ഭയങ്കര ശല്യങ്ങളാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം വെള്ളം ഉപദ്രവം ചെയ്യുന്നുണ്ട് നായയുടെ. പിന്നെ ഞാൻ ഓടുന്നുണ്ട്, പിന്നെ വണ്ടി വന്നിട്ട് തട്ടിപ്പോകുന്നുണ്ട്, നായയുടെ ചാകുന്നുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇതിന് കർശനമായിട്ട് തന്നെ നടപടിയെടുക്കണം. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ ഇതേപോലുള്ളൊരു സംഭവത്തിൻ്റെ ഒരു CCTV ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്. ഒക്ടോബർ മാസം 10-ാം മാസം സംഭവിച്ചിട്ടുള്ളൊരു CCTV ആണ്. അതെവിടെ സംഭവിച്ചത്? ഇത് തൂവക്കുന്നിൽ കല്ലമ്മപ്പള്ളിൻ്റെ ഇതിനടുത്ത്. കല്ലമ്മപ്പള്ളിക്ക് സമയം ഇവിടെ അടുത്ത് തന്നെ. അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ. ഒരു കുട്ടിയുടെ പുറകിൽ ആ കുട്ടികളുടെ പുറകിലെ വണ്ടിയാണ്. ഈ ഒക്ടോബറിൽ മഴ സമയത്ത് തെരുവുനായ ശല്യം രൂക്ഷമായി ഒരുപാടുണ്ട്. ഇപ്പം മദ്രസയിലെ കുട്ടികളെല്ലാവരും മദ്രസയിലേക്ക് കൊണ്ടുവെക്കുന്നത്, കാരണം നടന്നു പോകുന്നില്ല ഈ തെരുവുനായ ശല്യം കൊണ്ട്. രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ഈ കളിക്കുന്ന കുട്ടികളാണ് വലിയ രീതിയിലൊരു പ്രശ്നം. ബാക്കിയുള്ളവർക്ക് ഇത് പെട്ടെന്ന് ചിലപ്പോൾ ഒരു വടിയെടുത്ത് അല്ല, കുട്ടികളെ തന്നെയാണ് പ്രശ്നം. ഇത് കുറേ കാലമായിട്ട് ഇതിങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുതിർന്നവരെ ആക്രമിക്കുന്നുണ്ട് ഇത്. കാരണം ഇതിനു മുന്നേ ഒരു സ്ത്രീനെ പള്ളിക്ക് മുന്നിൽ വെച്ചിട്ട്
അത് നല്ല പരിക്കുണ്ടായിരുന്നു. കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടി അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതെ, അതാണ് പ്രശ്നം. ആ ഒരു സംഭവത്തിൽ കുട്ടിക്ക് പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ നിർഭാഗ്യവശാൽ ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഈ രൂക്ഷമായിട്ടുള്ള തെരുവുനായ ശല്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും അടിയന്തരമായി അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അത് ഒരിടത്തെ മാത്രം പ്രശ്നമായിട്ടല്ല, മിക്കവാറും എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ തന്നെ മയ്യിൽ ഒരു 3 കുട്ടികൾക്ക് ഇതേപോലെ തെരുവുനായയുടെ കടിയേറ്റ് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും പല ഭാഗത്തും ഇത്തരത്തിലുള്ള തെരുവുനായ ശല്യങ്ങൾ രൂക്ഷമായ രീതിയിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അടിയന്തരമായി അതിനകത്ത് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. എന്തായാലും പാനൂരിൽ സംഭവിച്ചത് ഒരു ദാരുണമായിട്ടുള്ള അന്ത്യമാണ്. ഈ കുട്ടി കളിക്കുന്നതിനിടെയാണ് തെരുവുനായ അവരുടെ ഇടയിലേക്ക് ഓടിയെത്തുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് ഭയന്ന് വീട് ലക്ഷ്യം വെച്ചിട്ടുള്ള ഓട്ടത്തിനിടയിലാണ് ഇങ്ങനെ ഒരു ആൾമറയില്ലാത്ത ഒരു കിണറിലേക്ക് കുട്ടി വീണു പോകുന്നത്. പിന്നീട് ഈ കുട്ടിയെ അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്താത്തൊരു സാഹചര്യത്തിലാണ് തിരച്ചിൽ നടത്തുന്നത്. അങ്ങനെയാണ് കുട്ടി കിണറ്റിൽ വീണിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ആൾമറയില്ലാത്തതും ഒരു വീഴ്ച തന്നെയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആൾമറയില്ലാത്ത ഒരു റോഡിനോട് ചേർന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു കിണറുണ്ടായത്, ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന കാര്യം ഉൾപ്പെടെ ഒരു പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് കണ്ണൂർ പാനൂരിൽ ഉണ്ടായിട്ടുള്ളത്. തെരുവ് നായയെ കണ്ട് ഭയം നോടുന്നതിനിടെയാണ് 9 വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരണപ്പെട്ടിട്ടുള്ളത്. തെരുവ് നായ ശല്യം അതിരൂക്ഷമായ രീതിയിൽ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അടിയന്തരമായി ഇതിനകത്തൊരു പരിഹാരം, തെരുവുനായ ശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവയശുക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.